പരിശുദ്ധാത്മാവ് നമുക്കൊരു വലിയ ദൂത് നൽകുകയാണ്. നിങ്ങളെ കൊണ്ട് കഴിയാത്ത പല കാര്യങ്ങളും വലിയ സേന പോലെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ, നിങ്ങളെ നോക്കി വെല്ലുവിളിക്കുമ്പോൾ, നീ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ജീവിക്കുന്ന വ്യക്തിയെങ്കിൽ, വ്യക്തമായി ഇവിടെ പറയുകയാണ്, നിനക്ക് മുൻപേ എൻ്റെ ദൈവം ഇറങ്ങി. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ഹല്ലേലൂയ. നിന്റെ ഏത് മേഖലകളിലാണ് നിനക്ക് ജയമില്ലാതെ നീ തോറ്റ് ജീവിതം നിരാശപ്പെട്ട് കിടക്കുന്നുവോ, ആ മേഖലകളിൽ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്കിനി അടുത്ത പാദം വയ്ക്കാൻ പറ്റില്ല എന്ന് കരഞ്ഞും കൊണ്ട് വന്നിരിക്കുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ആമേൻ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ എൻ്റെ ദൈവം ഇറങ്ങും. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ഹല്ലേലൂയ. നിനക്ക് യോശുവ വെട്ടത്തക്കതൊക്കെ വെട്ടി, ജനമെല്ലാം പേടിച്ചു ഓടി. അപ്പോൾ എൻ്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് വലിയ കല്ല് മഴ പോലെ പെയ്യിച്ചു. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം ന്യായവിധിയുടെ കല്ലേറ് നടത്തിയാൽ അതിൽ നിന്ന് ഒറ്റ ഒരുത്തൻ പോലും രക്ഷപ്പെടുകയില്ല. ഇന്ന് നീ കലങ്ങുന്ന സ്ഥാനങ്ങളിൽ ചിലപ്പോൾ ആ യുദ്ധം ഒരു മാരക രോഗത്തോടുള്ള യുദ്ധമായിരിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ രോഗം കൊണ്ട് നീ മരിച്ചു പോകുമെന്നായിരിക്കാം വൈദ്യശാസ്ത്രം പറഞ്ഞത്. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, ആ രോഗത്തോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. മരണം മുഖാമുഖമായി കാണുന്ന ഒരവസ്ഥയിലായിരിക്കാം നീ ഇന്ന് നിൽക്കുന്നത്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ മരണം തോറ്റുപോകും. ഒരിക്കൽ യേശു പ്രകാരം പറഞ്ഞു, ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു, മരണത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്, പാതാളത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്.